നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 7 കമ്പനികളിലെ ബൾക്ക് തൊഴിലവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇൻഫോ പാർക്കിലെ 3 കമ്പനികളിലെ അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള 3 കമ്പനികളിലെ അവസരങ്ങൾ. മറ്റ് അവസരങ്ങൾ പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെയുള്ള ബൾക്ക് അവസരങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റിൽ വരാം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കാറ്റഗറി, ഉദാഹരണത്തിന് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ അങ്ങനെയുള്ള അവസരങ്ങൾ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം കേരള ഗവൺമെന്റിന്റെ ഒരു പ്രവർത്തനമായ കേരള നോളജ് എക്കണോമി മിഷൻ, KDISCന്റെ കീഴിലുള്ള കേരള നോളജ് എക്കണോമി മിഷനിലാണ്. ഇവിടെ ഏതാണ്ട് 3ഓളം തസ്തികകളിൽ ഒട്ടനവധി ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ കാണാൻ സാധിക്കും അസിസ്റ്റന്റ് ജനറൽ മാനേജർ സ്കിൽസ്. ഇവിടെ ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം BTech MBA MSW കഴിഞ്ഞവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. സീനിയർ പ്രോഗ്രാം മാനേജറായിട്ട് BTech MBA MSW കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 5 ഒഴിവുകളാണുള്ളത്. പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ട് ഫസ്റ്റ് ക്ലാസ് BTech അല്ലെങ്കിൽ MBA കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ 2 ഒഴിവുകളാണ്. ഇവിടെ എക്സ്പീരിയൻസ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. എന്നാൽ ഈ സീനിയർ പ്രോഗ്രാം മാനേജറും അസിസ്റ്റന്റ് ജനറൽ മാനേജറും ഒക്കെ ആയിട്ട് ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും ഇവരെ പ്രിഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ 24 ജൂണിനകം അപേക്ഷിക്കണം. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, മനസ്സിലാക്കിയിട്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം G10X എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഒരു IT കമ്പനിയിലേക്കാണ്. അപ്പോൾ ഇവര് ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സർട്ടിഫൈഡ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും BTech അല്ലെ MSc, അത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT കഴിഞ്ഞവർ, അല്ലെ MCA അല്ലെ ഇൻ്റഗ്രേറ്റഡ് PG കമ്പ്യൂട്ടർ സയൻസോ ഇൻ്റഗ്രേറ്റഡ് MCA ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 2024 പാസ് ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കായിരിക്കും അവസരം. 65% മാർക്ക് നേടിയിരിക്കണമെന്നും അരിയർ കാണില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ അവസരങ്ങളിലേക്ക് എത്താം. അവർക്ക് 28 ജൂൺ വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ jobsbridge.com നമ്മുടെ സൈറ്റിൽ പോയിട്ട് ഈ G10X എന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അടുത്ത അവസരം ILT ജോബ്സ്. ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്നുള്ളതാണ് ഈ കമ്പനിയുടെ പേര്. ഇവരാണ് ഹയറിങ് നടത്തുന്നത്. ഏതാണ്ട് 10ഓളം വിവിധ തസ്തികളിൽ ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ കൗൺസിലേഴ്സ് 5 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് 2 പേരെ, വെബ് ഡെവലപ്പേഴ്സ് 2 പേരെ, ആപ്പ് ഡെവലപ്പർ 2 പേരെ, ERP CRM എക്സ്പെർട്ട് 2 പേരെ, വീഡിയോ എഡിറ്റേഴ്സ് ആയിട്ട് 2 പേരെ, ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ഒരാളെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനലിസ്റ്റ് ആയിട്ട് 2 പേരെയും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ആയിട്ട് ഒരാളെയും, കണ്ടന്റ് റൈറ്റർ ആയിട്ടും ഒരാളെയും ഹയർ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അതാത് മേഖലകളിൽ നിങ്ങൾക്ക് നല്ല നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇനി അടുത്ത അവസരം സിൽക്കോണിലാണ്. സിൽക്കൺ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ ഷൂസും ബാഗ്സും അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ വിൽക്കുന്ന ഇവർ അവകാശപ്പെടുന്നത് ലാർജസ്റ്റ് ഫുട്വെയർ ആൻഡ് ബാഗ് റീറ്റെയിൽ ചെയിൻ ഇൻ സൗത്ത് ഇന്ത്യ എന്നുള്ളതാണ്. ഇപ്പം ഇവര് ഏതാണ്ട് 50ഓളം പേരെ സെയിൽസ്മാൻ ആയിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും സൂചിപ്പിക്കുന്നില്ല. എക്സ്പീരിയൻസ് ഈ മേഖലയിലുള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്നാണ് സൂചിപ്പിക്കുന്നത്. 16,000 മുതൽ 20,000 രൂപയായിരിക്കും പ്രതിമാസ ശമ്പളം. അതുകൂടാതെ ഇൻസെൻറ്റീവും ലഭ്യമാകും. 22 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും അവസരം. ബെനിഫിറ്റ്സ് ഇവരോട് സൂചിപ്പിക്കുന്നുണ്ട്. സാലറി കൂടാതെ ഇൻസെൻറ്റീവ് ഉണ്ട്, ഡെയിലി 150 രൂപ ഫുഡ് അലവൻസ് ഉണ്ട്, ഫ്രീ കമ്പനി അക്കോമഡേഷൻ ഉണ്ട്, അതുപോലെ പർച്ചേസുകൾക്ക് 20% ഡിസ്കൗണ്ട്, അതേപോലെ തന്നെ മറ്റ് ചില ആനുകൂല്യങ്ങൾ അതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 50ഓളം സെയിൽസ്മാൻമാരെയാണ് സിൽക്കോൺ ഷൂസ് ആൻഡ് ബാഗ്സ് ഹയർ ചെയ്യുന്നത്. ലൊക്കേഷൻ ഒന്നും സൂചിപ്പിക്കുന്നില്ല. ഇവർക്ക് വിവിധ ജില്ലകളിൽ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അവിടെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം റിവേച്ചർ എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാണ്. ഇവർ സോഫ്റ്റ്വെയർ മേഖലയിൽ ഹയറിങ് നടത്തുന്നുണ്ട്. അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെയാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ എലിജിബിലിറ്റി. ഗ്രാജുവേറ്റ്സ്, അത് BE BTech അല്ലെ MCA അല്ലെ MSc കമ്പ്യൂട്ടർ സയൻസ്, ആ കമ്പ്യൂട്ടർ സയൻസ് അല്ലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ IT അങ്ങനെയൊക്കെ അനുബന്ധമായ ബ്രാഞ്ചുകളിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം.
അതുകൂടാതെ ഇവിടെ വേറെയും ചില ക്വാളിഫിക്കേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രിപ്പിൾ അല്ലെ ECE ഒക്കെ ബിടെക് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 2023-ലും 2024-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരം. 10th 70%, അതേപോലെ തന്നെ 12th-ലും ഡിഗ്രിക്കുമൊക്കെ 70% മാർക്ക് അത് അരിയർ ഇല്ലാതെ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ആദ്യത്തെ 8 മുതൽ 12 വീക്സ് വരെ, അതായത് 2 മുതൽ 3 മാസം വരെ ഇവരൊരു റിവെഞ്ചർ റെഡിനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. ആ സമയത്ത് സ്റ്റൈഫൻഡ് മാത്രമേ ഉള്ളായിരിക്കും, 7500 രൂപ പെർ മന്ത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവരുടെ പ്രൊബേഷൻ പീരീഡിൽ ഇവരുടെ കമ്പനി സാലറിയിലേക്കൊക്കെ എത്തുവാനായിട്ട് കഴിയും. അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് പിന്നീട് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ടെക്നിക്കൽ സ്ക്രീനിങ്ങിൻ്റെ HR ഡിസ്കഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ഓർക്കുക, ഇതിന് കേരളത്തിൽ ഒഴിവുകളില്ല. ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ ഈ ലൊക്കേഷനിലായിരിക്കും വേക്കൻസി ഉള്ളത്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിശോധിക്കാം. മറ്റൊരു IT കമ്പനിയിലാണ് അവസരം, ജോബിൻ ആൻഡ് ജിസ്മി. ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിലുള്ള ഒരു IT കമ്പനിയാണ്. ഇവര് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇന്റേൺ തസ്തികയിലേക്ക് 60 പേരെ ഇപ്പോൾ നിയമിക്കുന്നുണ്ട്. ഇതിലേക്കുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ 22-ാം തീയതി ജൂൺ 9 മണി മുതൽ കൊരട്ടി ഇൻഫോ പാർക്കിലുള്ള ഇന്ദീവരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. MTech, BTech അല്ലെ BE, അത് കമ്പ്യൂട്ടർ സയൻസ് IT, അല്ലെ MCA അല്ലെങ്കിൽ MSc IT-കാർക്കൊക്കെ അപേക്ഷിക്കാം. MSc കമ്പ്യൂട്ടർ സയൻസുകാർക്കൊക്കെ അപേക്ഷിക്കാം. ഇവിടെയും ആദ്യത്തെ 15 days ഇന്റേൺഷിപ്പ് ആയിരിക്കും. ആ സമയത്ത് 5000 രൂപ സ്റ്റൈഫൻഡ് കിട്ടും. അതിനുശേഷം നിങ്ങളുടെ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ പ്രൊബേഷണറി റോളിലേക്ക് ഹയർ ചെയ്യുന്നു. ആ സമയത്ത് 21,500 പെർ മന്ത് സാലറി ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെയും ബാക്ക്ലോഗ്സ് ഉള്ളവർ അപേക്ഷിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് സെലക്ട് ആയാൽ ജൂലൈയിൽ ജോയിൻ ചെയ്യേണ്ടി വരും എന്ന് അറിയിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് പ്ലാനറ്റ് മീഡിയ എന്ന് പറഞ്ഞിട്ട് കൊച്ചി ഇൻഫോ പാർക്കിൽ ലഭ്യമായിരിക്കുന്ന മറ്റൊരു അവസരം ഒന്ന് പരിശോധിക്കാം. ഇവർ കുറേ തസ്തികകളിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ഗ്രാഫിക് ഡിസൈനർ, പെർഫോമൻസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ജൂനിയർ കണ്ടന്റ് റൈറ്റർ, സീനിയർ റിയാക്ട് ഡെവലപ്പർ, സീനിയർ SEO അനലിസ്റ്റ്, HR ഇന്റേൺ, ക്ലയന്റ് സർവീസ് അഡ്മിനിസ്ട്രേറ്റർ, ക്വാളിറ്റി അനലിസ്റ്റ് തസ്തികകളിലൊക്കെ അവസരങ്ങളുണ്ട്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് പ്ലാനറ്റ് മീഡിയ എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ 7 കമ്പനികളിലെ അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നതേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതായത് കമ്പനികളുമായി ബന്ധപ്പെട്ട അവരുടെ നോട്ടിഫിക്കേഷനിലൊക്കെ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ താല്പര്യമുണ്ട് അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും ഒന്നും പ്രൈവറ്റ് കമ്പനികളിൽ ടെസ്റ്റിനോ ഇൻ്റർവ്യൂവിനോ വിളിക്കത്തില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ മാത്രമായിരിക്കും ക്ഷണിക്കുക. അതേപോലെ ആരെങ്കിലും ഇതിൻ്റെയൊക്കെ പേരിൽ പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നു. ഇതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ സൈറ്റിൽ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റാണ്. ഞാൻ മുമ്പ് ആദ്യവും ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അവിടെ പോയിട്ട് തൊഴിലവസരങ്ങൾ കണ്ടെത്താവുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.